ഹായ്, ഞാൻ ഡോക്ടർ ഷംസുദ്ദീൻ, ഡേ കെയർ ഹോസ്പിറ്റൽ, പാലക്കാട്. ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ HbA1c പ്രമേഹ രോഗികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റാണ് ഈ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ HbA1c എന്ന് പറയുന്നത്. നമുക്കറിയാം, രക്തത്തിൽ രണ്ട് ഭാഗമാണുള്ളത് മെയിനായിട്ട്. ഒന്ന് പ്ലാസ്മ എന്ന് പറയും, മറ്റൊന്നാണ് ചുവന്ന രക്താണുക്കൾ. ഈ ചുവന്ന രക്താണുക്കളുടെ ഒരു ഭാഗമാണ് ഹീമോഗ്ലോബിൻ HB. ഈ ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീനാണ്. ഈ ഹീമോഗ്ലോബിൻ്റെ മുകളിൽ നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസ് പോയിട്ട് പറ്റിപ്പിടിക്കും. എത്ര ശതമാനം പറ്റിപ്പിടിച്ചു എന്ന് നോക്കുന്നതിനെയാണ് HbA1c എന്ന് പറയാം. ഉദാഹരണത്തിന്, ഒരാളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നോർമൽ ആണെങ്കിൽ 5.7 അതിൽ HbA1c, അതായത് 5.7% ഈ ഗ്ലൂക്കോസ് പോയിട്ട് ഈ ഹീമോഗ്ലോബിൻ്റെ മുകളിൽ പറ്റിപ്പിടിക്കുന്നത്. ഇനി രക്തത്തിൽ കുറച്ചും കൂടിയും ഗ്ലൂക്കോസ് കൂടുമ്പോൾ, നോർമൽ ലെവലിൽ നിന്ന് കുറച്ച് കൂടുമ്പോൾ, ആ ഹീമോഗ്ലോബിൻ്റെ മുകളിൽ പറ്റിപ്പിടിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് ഈ 5.7 6.4 അടക്കമായിരിക്കും. അതിന് നമ്മൾ പ്രീ ഡയബറ്റിസ് എന്നാണ് പറയുക. അതായത് പ്രമേഹം ഉണ്ടാകാൻ പോകുന്നു എന്നർത്ഥം. പ്രീ ഡയബറ്റിസ് എന്ന് പറഞ്ഞാൽ ആ ഘട്ടത്തിൽ അയാൾ ശരിക്ക് ഗ്ലൂക്കോസിനെ കൺട്രോൾ ചെയ്യാനുള്ള ശരീരത്തിൻ്റെ സംവിധാനം തകരാറിലാകുകയാണ്. ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ കുറയായിരിക്കാം, ഇൻസുലിൻ റെസിസ്റ്റൻസ് വരികയായിരിക്കാം. അപ്പം ഇനി കുറച്ചും കൂടി രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുമ്പോൾ നമ്മൾ HbA1c ചെയ്യുമ്പോൾ ആ ഹീമോഗ്ലോബിൻ്റെ മുകളിൽ പറ്റിപ്പിടിക്കുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് കുറച്ചും കൂടിയും കൂടും. അതായത് 6.5 മുകളിലായിരിക്കും. അതിന് നമ്മൾ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് പറയും. ഇതാണ് HbA1c. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് HbA1cൻ്റെ പ്രാധാന്യം എന്താണ്? നമുക്ക് രണ്ട് ടെസ്റ്റിനുണ്ട്. നമുക്കറിയാം, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമ്മൾ നോക്കും, ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ബ്ലഡ് ഷുഗർ നമ്മൾ നോക്കും. 8 മണിക്കൂർ ഭക്ഷണം കഴിക്കാതെ രാവിലെ പോയി നോക്കുന്നതിനാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. ഭക്ഷണം കഴിച്ച് 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുന്നതിനാണ് 2 hour PPBS എന്ന് പറയുന്നത്. ഈ രണ്ട് ടെസ്റ്റിൻ്റെയും പ്രത്യേക ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, സാധാരണ നമുക്കറിയാം, രോഗികൾ ഇന്നലെ വരെ ഒരു ഭക്ഷണ രീതിയൊക്കെ കൺട്രോളൊന്നും ഇല്ലാതെ പോകുമായിരിക്കും. പക്ഷേ നാളെ ഡോക്ടറെ കാണാൻ പോവുകയാണെന്ന് ധരിച്ചിട്ട് ഇന്ന് നല്ല രീതിയിൽ, നാളെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ തലേ ദിവസം നല്ല രീതിയിൽ ഭക്ഷണം നിയന്ത്രിക്കും, മധുരമൊന്നും കഴിക്കില്ല, ചായയിലൊന്നും പഞ്ചസാര ഇടാതെ കഴിക്കും. അങ്ങനെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് പോയിട്ട് ചെക്ക് ചെയ്യുക. കാരണം നാളെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ ചീത്ത പറയാതിരിക്കാൻ വേണ്ടി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ നല്ലോണം താഴ്ന്നു നിൽക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാരണ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റില്ല ഫാസ്റ്റിംഗ് ഷുഗറും PPBSും ചെയ്തു കഴിഞ്ഞാൽ. എന്നാൽ HbA1c എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 മാസത്തെ ഷുഗർ കൺട്രോളാണോ അല്ലയോ എന്നാണ് പറയുന്നത്. കാരണം ഈ ചുവന്ന രക്താണുക്കളുടെ ആയുസ് 3 മാസമാണ്. 3 മാസം കഴിഞ്ഞാൽ നശിച്ചു പോകും. അപ്പം 3 മാസത്തെ രക്തത്തിൻ്റെ ഗ്ലൂക്കോസിൻ്റെ അളവ് എത്രത്തോളം നിയന്ത്രണ വിധേയമാണ്, എത്രത്തോളം കൺട്രോളാണ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് HbA1c. പിന്നെ HbA1c നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ഭക്ഷണം കഴിക്കാണ്ട് പോകണം, 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കണേ, ഭക്ഷണം കഴിച്ചിട്ട് നോക്കും. HbA1cൻ്റെ പ്രത്യേകത, അത് എപ്പോൾ നോക്കിയാലും, ഭക്ഷണം കഴിച്ചിട്ടും കഴിക്കാണ്ട് എങ്ങനെ നോക്കിയാലും റിസൾട്ട് കൃത്യമായിരിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഫാസ്റ്റിംഗ് നോക്കണം, ഭക്ഷണം കഴിച്ച് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം രോഗിയുടെ രക്തം കുത്തി പരിശോധിക്കേണ്ടി വരും. പക്ഷേ HbA1c ഒരൊറ്റ പ്രാവശ്യം നോക്കിയാൽ മതി. ഇതൊക്കെയാണ് HbA1cയുടെ പ്രത്യേകതകൾ. പക്ഷേ ഗുണങ്ങൾ പോലെ ഇനി എന്തൊക്കെയാണ് HbA1cൻ്റെ പ്രശ്നങ്ങളെന്നും കൂടി നമുക്ക് നോക്കാം. ഒന്ന്, നമുക്കറിയാം, ചില അസുഖങ്ങളുണ്ടാവും. ഈ ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുന്ന അസുഖങ്ങൾ, ഹീമോലൈസിസ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾക്ക് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ ഷേപ്പിലൊക്കെ മാറ്റം വരുന്ന ഹീമോഗ്ലോബിനോപ്പതീസ്, അങ്ങനെ കുറേ സിക്കിൾ സെൽ അനീമിയ, അങ്ങനെ കുറേ അസുഖങ്ങളിൽ സാധാരണ രീതിയിൽ HbA1c കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ രക്തക്കുറവുള്ള ആളുകൾ, അനീമിയ ഉണ്ടാകുമ്പോഴും ചിലപ്പോൾ HbA1cൻ്റെ റിസൾട്ട് ശരിയായിക്കൊള്ളുന്നില്ല. പിന്നെ കിഡ്നി രോഗമുള്ള ആളുകൾ ചിലപ്പോൾ രക്തക്കമ്മിയൊക്കെ കാണിക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകളിലും HbA1c കറക്റ്റായിട്ട് കാണിച്ചോളണമെന്നില്ല. പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, നമുക്കറിയാം, ബ്ലഡിലെ ഈ ചുവന്ന രക്താണുക്കളുടെ അടിസ്ഥാനമൊക്കെ ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ രക്തം നമ്മളിലേക്ക് കയറ്റി കഴിയുകയാണെങ്കിൽ ആ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്ത ആളുകളിലും ചിലപ്പം കൃത്യമായിട്ടുള്ള HbA1c റിസൾട്ട് കിട്ടിക്കൊള്ളുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ. പിന്നെ നല്ല ലാബിൽ നല്ല രീതിയിൽ ചെക്ക് ചെയ്താൽ മാത്രമേ കറക്റ്റായ റിസൾട്ട് കിട്ടുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ, പല പഠനങ്ങളും തെളിയിച്ചിരിക്കുന്നത് 1%, അതായത് നോർമൽ ഡയബറ്റിസ് ആയ ഒരാളുടെ HbA1c 6.5 മുകളിലാണ്. ഈ 6.5 എന്നുള്ളത് ഒരൊറ്റ പോയിന്റ്, അതായത് 7.5 വരികയാണെങ്കിൽ അത് 25% മുതൽ 30% വരെ പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന പറയുന്നത്. അതായത് 1% 6.5 7.5 ആകുമ്പോഴത്തേക്ക് പ്രമേഹം വഴി ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ. ഉദാഹരണത്തിന്, നരമ്പിനെ ബാധിക്കുന്ന ന്യൂറോപ്പതി ആവാം, കണ്ണിനെ ബാധിക്കുന്ന റെറ്റിനോപ്പതി ആവാം, കിഡ്നിയെ ബാധിക്കുന്ന നെഫ്രോപ്പതി ആവാം, ഹാർട്ടിനെ ബാധിക്കുന്നതാവാം, നരമ്പുകളെ ബാധിക്കുന്നതാവാം, കാലിന് വരുന്ന പഴുപ്പാവാം. ഇങ്ങനെയുള്ള പ്രമേഹത്തിൻ്റെ ഒട്ടുമിക്ക കോംപ്ലിക്കേഷൻസും വരാനുള്ള സാധ്യത 1% HbA1c കൂടുമ്പോൾ 25 മുതൽ 30% വരെയാണ്. അതായത് 1% HbA1c നമുക്ക് കുറയ്ക്കാൻ കഴിഞ്ഞാൽ 30% വരെ പ്രമേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വരാതെ നമുക്ക് തടയാൻ കഴിയും. അതായത് ഒരു 10-11 HbA1c ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അയാൾ 100% പ്രമേഹത്തിൻ്റെതാകുന്ന ബുദ്ധിമുട്ടുകൾ, കാലിൻ്റെ തരിപ്പുകൾ, കിഡ്നീൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ ഹാർട്ടിൻ്റെ പ്രശ്നം, അതുപോലെ കണ്ണിൻ്റെ പ്രശ്നം, ഇതൊക്കെ വരാനുള്ള സാധ്യത 100% സാധ്യത ഉണ്ടെന്നാണ്. അതാണ് HbA1cൻ്റെ പ്രത്യേകത. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അറിയുന്ന ആളുകളിലേക്ക്, സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ലവ് യു ഓൾ. താങ്ക് യു.